ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇവർക്ക് മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിത് ക്രിസ്മസിന് മാത്രമല്ല, പെരുന്നാളിനും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻസിനും പാർട്ടീസിനും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ട് കഴിക്കാനായിട്ട് നമ്മളിവിടെ പുതിന ചട്നി എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ അച്ചാറുണ്ട്, പിന്നെ സാലഡുണ്ട്. ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളിരുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 പീസ് പട്ട, ഒരു 2-3 ഏലക്ക, ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിപത്രി, ഗ്രാമ്പു, ഇതെല്ലാം നമ്മൾ ഈ സ്പൈസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് വിട്ട് കിടക്കാനായിട്ട് ഒട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ബിരിയാണി മസാല. ഞാനിവിടെ ബിരിയാണി മസാല ഞാൻ ചെയ്തെടുത്ത ബിരിയാണി മസാലയാണ്, ഞാൻ വറുത്ത് പൊടിച്ച ബിരിയാണി മസാലയാണ്. അത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബിരിയാണി മസാല ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഇത്രയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പൊടികളാണ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ അരിയുന്നുണ്ട് കുറച്ച് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി അരിയുന്ന പോലെയല്ല, ഇച്ചിരി വലിപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഈ ഒരു സൈസിൽ വേണം നമ്മൾ ബീഫ് ബിരിയാണിക്ക് ബീഫ് അരിഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് അരപ്പെല്ലാം നന്നായിട്ട് ഇതേ പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ചോറ് ഒരു 60%, അതായത് ഒരു 3/4 ഭാഗം നമ്മുടെ ചോറ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം.
ഇനി നമ്മുടെ ബീഫ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിലെല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഫെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബീഫിൽ വെള്ളമുണ്ട്, എന്നാലും നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 2-3 വിസിൽ വരത്തക്കോണം നമുക്ക് ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഇനിയും ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചു. അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയുമാണ്. നിങ്ങളിത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിപ്പം നെയ്യും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ സവാളയും തക്കാളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം. ഞാനിവിടെ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ബിരിയാണിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഒന്നും കൂടെ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഒന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. തൈരും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബീഫ് ഒന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊന്നും കളയണ്ട. അതെല്ലാം നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ബീഫും വെള്ളവും എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കണ്ടോ, നല്ല മസാലയൊക്കെ നന്നായിട്ട് ആ ബീഫിൻ്റെ സ്റ്റോക്കും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഉണ്ടാവും. ഇനി ഇത് ഈ മസാല ബീഫിൽ നമ്മുടെ ഈ ബിരിയാണി മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബിരിയാണി എസൻസ് ആണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഈ പാലും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ബിരിയാണിയുടെ എസൻസ് ഞാനൊരു ഒരു അര ടീസ്പൂണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കൊണ്ടുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ പാലും എസൻസും എല്ലാം കൂടെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റൈസിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ചോറിനൊരു നല്ല കളറും നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങളുടെ സാഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സാഫ്രോൺ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മാത്രം മതി നമുക്ക്. ഇത്രയും ഒരു ഗ്രേവിയായിട്ട് നമുക്കിവിടെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറിൻ്റെ ഒരു 1/4 ഭാഗം ഞാനിപ്പോൾ ഇതിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിൽ നെയ്യും കൂടെ ചേർത്താണ് ഞാനിവിടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറും കൂടെ നമുക്കിതുപോലെ ലെയറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറെല്ലാം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലെയറായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മിൽക്കും കൂടെ ഇതിൻ്റെ മുകളിലോട്ടുകൂടെ നമുക്ക് ഒന്നൊഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ് ഇതെല്ലാം കൂടെ ചേർത്ത് ബാക്കിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ആ വെളിച്ചെണ്ണയുടെ നിങ്ങൾ വെളിച്ചെണ്ണ ചെയ്യാൻ ശ്രമിക്കണം. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് നമ്മുടെ ബീഫ് ബിരിയാണിക്ക് കൂടുതൽ രുചി നൽകുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമ്മൾ എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ റൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൈ, അതായത് ഒരു പിഞ്ച്, ഈ ഒരു രീതിയിൽ നമ്മുടെ ബിരിയാണി മസാല ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തൂക്കി കൊടുക്കണം. അധികം വേണ്ട, ഈ ഒരു രീതിയിൽ മാത്രം മതി, അധികം വേണ്ട. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മുടെ ബിരിയാണി മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് തീ കൊടുത്ത് നന്നായിട്ട് ആവി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ ബിരിയാണി മസാലയുടെ എസൻസിൻ്റെയും ഒക്കെ ടേസ്റ്റും ഒരു മണവും നമുക്ക് നമ്മുടെ റൈസിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതുപോലൊരു ദോശക്കല്ല്, അതായത് പഴയ ദോശക്കല്ലും എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലൊരു കല്ല് നമ്മളെടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ബിരിയാണിയുടെ പാത്രം ഇതിലോട്ട് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചൂടെല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ആവി കയറ്റിയെടുക്കാനായി.
10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, ബിരിയാണി നല്ല ആവിയൊക്കെ വന്ന് നല്ല മണം, ബിരിയാണിയുടെ ആ ഒരു മണവും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം. നല്ല പൂ പോലുള്ള ബിരിയാണിയാണ്. എന്താ, ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല വിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ബിരിയാണിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. അത് ഒത്തിരി അങ്ങ് ഇളക്കി കുഴച്ച് കളയരുത്. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നോക്കി, നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആ ബീഫിലൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തുകൊണ്ട് ആ ബീഫിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.